നമ്മൾ മരണപ്പെട്ടാലോ അപകടങ്ങൾ സംഭവിച്ചാലോ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ വന്നാലോ ലക്ഷങ്ങളും കോടികളും നഷ്ടപരിഹാരം കിട്ടുന്ന ഇൻഷുറൻസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് വെറും തുച്ഛമായിട്ട് തോന്നുന്ന മാസം വെറും 500, 1000, 2000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന ആളുടെ കുടുംബത്തിന് കോടികളാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഷുറൻസുകളെയാണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു തുകയ്ക്ക് വലിയൊരു കവർ നമുക്ക് കിട്ടുക. നമ്മൾ മരണപ്പെട്ടാലും കുടുംബം മറ്റാരുടെയും മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ, അവര് നിങ്ങളുള്ളപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ, അതുപോലെ നമ്മുടെ മറ്റു ബാധ്യതകളൊന്നും നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പോകാതിരിക്കാനും ഈ പറയുന്ന ടേം ഇൻഷുറൻസുകൾ എല്ലാം കൊണ്ട് നല്ലതാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഒരുപാട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ഹെഡേക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലുള്ള വലിയ ഹെഡേക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അമിതമായിട്ട് പണം നഷ്ടപ്പെടാതെ വളരെ ലാഭത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കട്ടെ. അപ്രതീക്ഷിതമായിട്ട് നാളെ ഒരു മോശം സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവർക്കും സെക്യൂർ ആയിട്ടിരിക്കാൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് ആണ്. ഇത് നിങ്ങൾക്കൊരു ഓപ്ഷൻ അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിലേക്ക് ചെല്ലുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ഇൻഷുറൻസ് ഏജൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോരുത്തരെയും കാണുക, ഓരോരുത്തരും അവരവരുടെ പ്ലാൻ നമ്മളോട് വിശദീകരിക്കും. എന്നിട്ട് പിന്നീട് നമ്മൾ വന്നിട്ട് ഈ ഓരോരുത്തരും പറഞ്ഞ പ്ലാനുകളെല്ലാം നമ്മൾ കമ്പയർ ചെയ്യണം, ഇതിലേതാണ് നല്ലതെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ കൂടെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്ന പരിപാടിയെ വേണ്ടാന്ന് വെക്കാൻ ചിലപ്പോൾ തോന്നും. അത്രയും വലിയ, ഞാൻ ആദ്യം പറഞ്ഞൊരു ഹെഡേക്ക് ആയിട്ട് ചിലപ്പോൾ നമുക്കിത് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെയധികം കമ്പനികളെ അവരുടെ ബെസ്റ്റ് പ്ലാൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെങ്കിൽ അവരുടെ ഓൺലൈൻ ഏജന്റിന്റെ സഹായം ലഭിക്കും. ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നേരിട്ട് നിങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ അതിന് ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ, അങ്ങനെയുള്ള ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ ആനുവൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ടൊബാക്കോ യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കുക. ബാക്കി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട ബെനിഫിറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 20-ലധികം കമ്പനികളിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് തമ്മിൽ കമ്പയർ ചെയ്ത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിരുന്നു. അതായത് ആദ്യം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നു, അവരുടെ പ്ലാൻ എടുക്കുന്നു, അത് കഴിഞ്ഞ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നു, അവരുടെ പ്ലാൻ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ബൈ പേപ്പർ ഇത് തമ്മിൽ മറിച്ച് നോക്കി ഓരോരോ കാര്യങ്ങളും കമ്പയർ ചെയ്ത് എടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഈസിയായി നമുക്ക് തന്നെ നോക്കി കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്ലാൻ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രീമിയം എമൗണ്ടിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്, അങ്ങനെയും സോർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വെറും 400-500 രൂപ മുതൽ മന്ത്ലി പ്രീമിയം തുടങ്ങി 2 കോടി രൂപ വരെ കവർ എമൗണ്ട് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതും 15% വരെ ഡിസ്കൗണ്ടോട് കൂടി. അവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ടോപ്പ് കമ്പനീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള റൈഡറുകളും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. റൈഡർ എന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. ഇനി NRI ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളാണ് ടേം ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ ചിലവ് കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോഴും ഓൺലൈൻ വഴി എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പണ്ട് ഈ ആമസോൺ ഒക്കെ വന്ന സമയത്ത് അപ്പോഴും പല ആളുകളും പേടിച്ച് ഓൺലൈൻ ചെയ്യുന്നതിനെ പറ്റി എങ്ങനെയാക്കി നമുക്ക് ഈ സാധനം നല്ലതായിരിക്കും മോശമായിരിക്കും അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് ആ കമ്പനിയാണ് നമുക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ഓൺലൈൻ എടുത്താലും ഓഫ്ലൈൻ എടുത്താലും ആ കമ്പനി ആയിരിക്കും നമുക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ബ്രോക്കർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്ലാൻ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ്. അവർ വഴി നമ്മൾ പ്ലാൻസ് കാണുന്നു, പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവരല്ല ഒരിക്കലും നമുക്ക് ഇൻഷുറൻസ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം, ഓഫ്ലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം. ഓൺലൈനായിട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെയധികം സിമ്പിളാണ്. നമുക്ക് വളരെയധികം സമയലാഭമാണ്, നമുക്ക് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണ്. കാരണം ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ബ്രോക്കറേജ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. നമുക്ക് അതുപോലെ തന്നെ ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ എടുത്താലും ഓഫ്ലൈൻ എടുത്താലും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഏറ്റവും ലാഭകരമായിട്ടും വിശ്വസ്തയോടെയും കിട്ടുന്നത് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കുന്നു,
ആമസോണിൽ നിങ്ങൾക്ക് 1,50,000 കിട്ടുന്നു, നിങ്ങൾ കടയിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ 1,70,000 കൊടുക്കേണ്ടി വരുന്നു. ഒരേ ഐഫോൺ തന്നെ ഒരേ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ രണ്ട് വിലകളിൽ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഓൺലൈൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം. കാരണം ഇവിടെ കിട്ടുന്ന വാറന്റിയും ഗ്യാരണ്ടിയും എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ കടയിൽ പോയി എടുക്കുമ്പോഴും 1 വർഷം വാറന്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ആമസോണിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 1 വർഷം വാറന്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നമ്മൾ എന്തിനു വെറുതെ നമ്മൾ അത്രയും പൈസ നഷ്ടപ്പെടുത്തുന്നു? പിന്നെ നിങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യമാണ്, ഇനി എന്തെങ്കിലും ക്ലെയിമിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് പോയി ബ്രോക്കറിനെ കോൺടാക്ട് ചെയ്യാം, ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓൺലൈൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 24/7 സപ്പോർട്ട് സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും, അയാളെ കോൺടാക്ട് ചെയ്യാം. അയാൾ വഴി നിങ്ങൾക്ക് ക്ലെയിം ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ അധികം കൺഫ്യൂഷൻസോ കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലാതെ മൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിലേഷൻഷിപ്പ് മാനേജർ അല്ലെങ്കിൽ ബ്രോക്കർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്ലെയിം വാങ്ങിച്ച് തരാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ്, നമുക്ക് ക്ലെയിം തരുന്ന ആളല്ല. അപ്പോൾ നമുക്ക് ക്ലെയിം അപ്രൂവ് ആക്കി തരേണ്ടത് നമ്മൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് ആ കമ്പനിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനി തന്നെ നിങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക. ചിലർക്ക് ഞാൻ ടേം ഇൻഷുറൻസ് എടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ വളരെ യങ്ങാണ്, അപ്പോൾ എനിക്കിപ്പോൾ ടേം ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലുമല്ല. നമ്മൾ ഒരുപാട് ഫിനാൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിനേക്കാളും മുമ്പേ ഞാൻ പ്രിയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ടേം ഇൻഷുറൻസിന്റെയും കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഒക്കെ സമ്പാദിക്കുന്നു, ജോലി ചെയ്ത് പൈസ നേടുന്നു, പക്ഷെ അത് സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലുള്ള ടേം ഇൻഷുറൻസ് ഒക്കെ അത്രത്തോളം അത്യാവശ്യമാണ്. കാരണം നമ്മളാണ് നമ്മുടെ വീടിന്റെ ഏണിംഗ് മെമ്പർ. നാളെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ പൈസയും സമ്പാദ്യം ഒന്നും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് മുന്നോട്ടേക്കുള്ള ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ തികഞ്ഞൊന്നും വരില്ല. അവിടേക്കാണ് ഒരു ടേം ഇൻഷുറൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ സെലക്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എത്രത്തോളം കവർ സെലക്ട് ചെയ്യണം? നിങ്ങളുടെ ഒരു ആനുവൽ ഇൻകം നോക്കുക, അതിന്റെ ഒരു 20 മടങ്ങ് വരെയുള്ള കവർ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു മന്ത്ലി സാലറി ഒരു 80,000 രൂപയുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അയാൾക്ക് ആനുവൽ ഇൻകം അറൗണ്ട് ഒരു 10 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അതിന്റെ ഒരു 20 മടങ്ങ് കവർ സെലക്ട് ചെയ്യണം. അതായത് ഒരു 2 കോടി രൂപയെങ്കിലും നിങ്ങൾ കവർ സെലക്ട് ചെയ്യണം. ഇനിയിപ്പോൾ തീരെ സാലറി കുറവുള്ള ആളാണെങ്കിലും പ്രീമിയമായിട്ട് അത്രയും തുക മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിലും മിനിമം ഒരു 10 ഇരട്ടിയെങ്കിലും ചൂസ് ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു 20 ഇരട്ടി വരെ ചൂസ് ചെയ്യാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കില്ല. സാലറി നിങ്ങൾക്ക് വർഷം ചിലപ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടാകാം. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി ആയിരിക്കും 5 വർഷം കഴിഞ്ഞു. ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജോലിയിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ചെന്നിട്ട് പെട്ടെന്ന് ഇതിന്റെ കവർ കൂട്ടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് എടുക്കുമ്പോഴേ അത്യാവശ്യം നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം കവർ നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. ഒരു 20 ഇരട്ടിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സേഫ് ആണ്. ഒരു 2 കോടി രൂപ എന്നൊക്കെ പറയുന്ന ഒരു സേഫ് എമൗണ്ട് ആണ്. പിന്നെ ഈ ടൈം ഇൻഷുറൻസുകളുടെ കാര്യം അറിയാലോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചെറിയ പ്രീമിയം തുകയ്ക്ക് വലിയ കവറുകൾ ലഭിക്കുന്ന ഇൻഷുറൻസുകളാണ് ടൈം ഇൻഷുറൻസുകൾ. അതുകൊണ്ട് തന്നെ ഇതിനെ ബാധിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ഇൻഷുറൻസ് എടുക്കുന്ന ആളുടെ പ്രായം, വിദ്യാഭ്യാസം, ആരോഗ്യസ്ഥിതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രീമിയം തുകയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതായത് ആരോഗ്യവാനായിട്ടുള്ള മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു 25 വയസ്സുകാരന് കിട്ടുന്ന പ്രീമിയം തുകയിലായിരിക്കില്ല ഈ പറയുന്ന പോലെ ഒരു 35 വയസ്സുകാരന് കിട്ടുന്നത്. ആ പ്രീമിയം തുകയിലായിരിക്കില്ല ഒരു 45 വയസ്സുകാരന് കിട്ടുന്നത്. പ്രായം കൂടുന്തോറും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും ആരോഗ്യസ്ഥിതിയിലുമുള്ള മാറ്റങ്ങൾ നല്ല രീതിയിൽ ഇതിന്റെ പ്രീമിയം തുകയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും നേരത്തെ എത്രയും യങ് ഏജിൽ എടുക്കാൻ പറ്റുന്നോ അത്രയും യങ് ഏജിൽ എടുത്തു വെക്കുന്നതാണ് നല്ലത്. അല്ല ഞാനിപ്പോൾ യങ്ങാണ് എനിക്കിതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരമാണ്. 25 വയസ്സാണെങ്കിൽ 25 വയസ്സിൽ നിങ്ങൾ എടുക്കുന്ന അതേ പ്രീമിയം തുകയായിരിക്കും നിങ്ങൾ ലൈഫ് ലോങ് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെ ചെറിയ പ്രീമിയം തുകയ്ക്ക് നിങ്ങൾക്ക് വളരെ വലിയൊരു കവർ ലഭിക്കും. 25 വയസ്സുള്ള ആൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട ബെനിഫിറ്റ്സും റൈഡേഴ്സും എല്ലാം ആഡ് ചെയ്തതിനു ശേഷം അയാൾക്ക് വരുന്നൊരു പ്രീമിയം തുക 1000 രൂപയാണെങ്കിൽ ചിലപ്പോൾ 35 40 വയസ്സുള്ള ഒരാൾക്ക് വരുന്നത് 3000 4000 ആയിരിക്കും. അപ്പോൾ പല രീതിയിലായിരിക്കും അത് ഡിഫറൻസ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 25 വയസ്സുള്ള ആള് അയാളുടെ 80 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ടേം ഇൻഷുറൻസ് എടുത്തിരിക്കുന്നതെന്ന് വെക്കുക. അപ്പോൾ ഈ കൃത്യമായിട്ട് പ്രീമിയം അടച്ചു പോകുന്ന ഇയാള് ഈ 80 വയസ്സിനുള്ളിൽ ഇയാൾക്ക് എപ്പോൾ മരണം സംഭവിച്ചാലും ഈ പറയുന്ന സം ഇൻഷുർഡ് ആയിട്ടുള്ള തുക അയാളുടെ കുടുംബത്തിന് നൽകാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അത് ലീഗലി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇനി 80 വയസ്സ് കഴിഞ്ഞിട്ട് ഈ പോളിസി കാലയളവ് കഴിഞ്ഞിട്ടാണോ മരണം സംഭവിക്കുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ അടച്ച പണവും നമുക്ക് തിരികെ കിട്ടില്ല. അതിനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടച്ച പണം മുഴുവൻ പോളിസി മെച്യൂർ ആയതിനു ശേഷം നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്ലാനുകളും ഉണ്ട്. പക്ഷെ അതിന് പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്കൊരു 10 20 25 30 വയസ്സ് വരെയൊന്നും വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 28 30 വയസ്സ് കഴിയുമ്പോൾ പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റസുഖങ്ങളും ഒക്കെ ആൾക്കാർക്ക് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയബറ്റീസ്, BP, ഷുഗർ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം നമ്മൾ ടേം
ടേം ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അപ്പോഴാണ് ഏറ്റവും കുറവ് പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, റൈഡേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് റൈഡേഴ്സ്? റൈഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. ടേം കാലയളവിൽ, ഇൻഷുറൻസ് കാലയളവിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ എത്ര രൂപയാണോ സം ഇൻഷുർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ തുക കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മരണം മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഗുരുതര രോഗങ്ങളും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനി ചിലപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജീവന് ഹാനി സംഭവിപ്പിക്കുന്ന ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലിവർ ഫെയിലിയർ ആയാൽ, ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50-60 ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്ന പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നു പോകാതിരിക്കാനും നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാനുമാണ് നമ്മൾ ഈ റൈഡേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റൈഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സുരക്ഷകൾക്കാണ് റൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പണ്ട് സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ പണ്ട് നമുക്കൊരു പാക്കേജ് എടുക്കുമ്പോൾ 239 രൂപയുടെ ഒരു പാക്കേജ് നമ്മൾ TV ചാനൽസിന്റെ ഒരു പാക്കേജ് എടുക്കുന്നു. അതിനകത്ത് മലയാളം ചാനൽസ് ഇത്ര, ഹിന്ദി ചാനൽസ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ പാക്കേജിൽ ഉൾപ്പെടാത്ത മറ്റൊരു ചാനലും കൂടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 5-10 കൊടുത്ത് ഒരു ചാനലും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന പാക്കേജിൽ നിങ്ങളുടെ കുട്ടിക്ക് കാണാൻ കാർട്ടൂൺ നെറ്റ്വർക്ക് പോകോ എന്ന് പറയുന്ന 2 ചാനൽ ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ എക്സ്ട്രാ ഒരു 5-10 കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടൂൺ നെറ്റ്വർക്കും പോകോയും കൂടെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് കിട്ടും. പക്ഷേ മാസം നിങ്ങൾ ഈ 5-10 എക്സ്ട്രാ കൊടുക്കണം നിങ്ങളുടെ പാക്കേജിന് പുറമെ. അതുപോലെ തന്നെയാണ് ഇവിടെ റൈഡേഴ്സും വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനിന് പുറമെ നിങ്ങൾ ആഡ് ചെയ്യുന്ന കവറുകൾ, ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആയാലും അല്ലെങ്കിൽ ആക്സിഡന്റ് ഡിസബിലിറ്റി കവർ ആയാലും അങ്ങനെയുള്ള എന്ത് തരം കവർ ആണെങ്കിലും നിങ്ങളുടെ ബേസിക് പ്ലാനിന്റെ പ്രീമിയത്തിന് പുറമെ അതിന്റെ ഒരു ചെറിയ പ്രീമിയം കൂടെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഓവറോൾ മന്ത്ലി പ്രീമിയം കൂടും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സുരക്ഷയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ സം അഷ്യൂർഡ് ആയിട്ടുള്ള വലിയൊരു തുക നമ്മുടെ കൈകളിലേക്ക് കിട്ടുകയും അസുഖങ്ങൾ കൊണ്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഫാമിലിക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പൊ 51 തരം ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക. അതിന്റെ കൂടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വാഹനാപകടം ഉണ്ടാകുന്നു, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ലിംസോ കയ്യോ കാലോ ഒക്കെ ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം ദുസ്സഹമാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് സാമ്പത്തികമായിട്ട് സഹായം ലഭിക്കാൻ ഈ ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള റൈഡേഴ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ആക്സിഡന്റൽ ഡിസബിലിറ്റി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആക്സിഡന്റൽ ഡെത്തും സംഭവിക്കാം. അപ്പൊ അങ്ങനെ അപകടം സംഭവിച്ച് മരിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള റൈഡേഴ്സും ഉണ്ട്. അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എന്തായാലും ടേം ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറും ഒരു ആക്സിഡന്റൽ ഡിസബിലിറ്റി റൈഡറും കൂടെ എടുത്തു വെക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷയെ വർദ്ധിപ്പിക്കും. നമ്മുടെ കുടുംബത്തിന് കുറച്ചുകൂടി സേഫ്റ്റിയും സ്റ്റെബിലിറ്റിയും കൊടുക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അടച്ച പണം തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രീമിയം കമ്പാരേറ്റീവ്ലി വളരെയധികം ചിലപ്പോൾ അതിന് കൂടുതലായിരിക്കും. ഈ നമ്മുടെ ഇത്രയും കാലയളവ് കഴിഞ്ഞ് നമ്മൾ അടച്ച പണം മുഴുവൻ തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. കാരണം അപ്പോഴേക്കും ഇൻഫ്ലേഷൻ ഒക്കെ വെച്ചിട്ട് ആ പണത്തിന്റെ മൂല്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനേക്കാളും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടേം ഇൻഷുറൻസിന് ഒരു പ്രൊട്ടക്റ്റീവ് പ്ലാൻ ആയിട്ട് മാത്രം കാണുക, നമ്മുടെ ഒരു സുരക്ഷാ മാർഗമായിട്ട് മാത്രം കാണുക, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു പണമായിട്ട് മാത്രം കാണുക. അതുപോലെ അടച്ച പണം തിരിച്ചു കിട്ടുന്ന ഇൻഷുറൻസുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന എക്സ്ട്രാ പ്രീമിയം ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറെ നാൾ കഴിയുമ്പോൾ വലിയൊരു ലംസം എമൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പണം കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിരിക്കും. സെക്ഷൻ 10(10)D പ്രകാരം അത് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത യങ് ഏജിൽ തന്നെ എടുത്തു വെക്കുക. അപ്പോൾ അത്രയും നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം കുറച്ച് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ അത്രയും കാലം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോവുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡിസബിലിറ്റി റൈഡറോ ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. NRIs ഒക്കെ ആണെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് എടുക്കാനും സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എന്തായാലും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.